ആരെപ്പറ്റിച്ച് വെള്ളടിക്കും വെച്ചിരിക്കായിരുന്നു. അല്ല, നിന്റെ വീട്ടിലൊന്നും ആരും ഇല്ലല്ലോ? എന്റെ വീട്ടിൽ ആരുമില്ല. പിന്നെ നീ അവനോട് ഒരുമാതിരി വർത്താനം പറഞ്ഞേക്കരുത്. ആ ചെക്കനൊക്കെ ഡൗൺ ആയിരിക്കും. ഞാനെന്ത് പറയാനാടാ, ഒരു പെണ്ണ് തേച്ചിട്ട് പോണതൊക്കെ അത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ. അതല്ല, ഇതിപ്പോ അവൾക്ക് അവന്റെ കൂട്ടുകാരനെ ഇഷ്ടം എന്ന് പറഞ്ഞാ നമ്മളെന്ത് ചെയ്യാനാ? അത് ശരിയാണ്. എന്നാലും ഇവനിതൊന്നും മനസ്സിലായില്ലേ? അപ്പോഴേക്കും നീ അടി തുടങ്ങിയോ? എന്താടാ ഇപ്പൊ തന്നെ ഓഫായാ? നിങ്ങൾ പോയപ്പോ തൊട്ട് തുടങ്ങിയതാ ഓരോരുത്തന്മാരെ വിളിച്ച് കളിയാക്കാൻ. ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? നീ എന്തിനങ്ങനെ വിഷമിക്കണേ? ഒക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? നീ ആ ഒന്നിങ് വിളിച്ചേ. ആ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ, ഒക്കെ ശരിയാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, എനിക്കെന്ത് കുറവാടല്ലേ? നീ ഒന്നടങ്ങ്, ഒക്കെ നമുക്ക് ശരിയാക്കാം. അല്ല, നീ അടിക്കണല്ലേ? ആ പിന്നെ ഒരു പെണ്ണിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതടാ. അവളിപ്പാണീ പാട്ടടാ. എന്നാലും അവള് പോയി എന്ന് പറയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. നിക്കറിയല്ലേടാ, അവള് പോട്ടെ. ആദ്യം ഇങ്ങനെ ഷോ അടിച്ചിരുന്നിട്ടാ. അശ്വിനെ ഒരു പാട്ട് വെച്ചടാ. ആടാ, ഈ ശ്മശാനാമതിക്ക് പറ്റിയൊരു പാട്ടുണ്ടെങ്കിൽ ഞാൻ അതിടാ. നിർത്തി. എടാ, ഇതൊക്കെ വളരെ നിസ്സാരായ കേസാണ്. ഇവള് പോയ വേറെ അടുത്ത് വരും. അല്ല, ഒന്ന് പഴച്ചാൽ 3 നാളല്ലോ. അതിന് ഇത് വേണ്ട 4ാമത്തല്ലേ? അതൊന്നും കുഴപ്പമില്ല. എന്നാലും എനിക്ക് അവരോട് 2 പറയണം. ആരോട്? എന്റെ പിന്നാലെ നടന്ന് എന്റെ പെണ്ണിനെ തട്ടിയെടുത്ത എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട്. ഈ രാത്രിയിലാ? ഈ രാത്രിയിൽ തന്നെ. എടുക്കടാ ഫോണ്. രതീഷ്, ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്ന് തുടങ്ങുന്നത്? എണീറ്റ് എഴുന്നേക്ക് രതീഷ്. രതീഷ്, ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്. ഹലോ. മോനെ, എന്താണ് നീ എന്നെ പറ്റി വിചാരിച്ച്? നിന്റെ ഒക്കെ നീ ഒറ്റൊരുത്തൻ കാരണം ഞാൻ പെട്ടിരിക്കാണ്. എന്താ ഉണ്ടായി? അശ്വിനെ, അശ്വിനെ എണീച്ചേടാ, എണീക്ക്. ശരത്തിനെ കാണാനില്ല. ഞാൻ ഫോൺ വിളിച്ചു നോക്കി, അവനെ കാണാനില്ല. അവനെ എടുക്കണില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു നോക്കി, അവൻ അവിടെ എത്തിയിട്ടില്ല. പിന്നെ അവനോട് പോയി. ആ
ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എങ്ങനെ അവസാനിക്കുമെന്നോ എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഞാനെടുത്ത ഈ തീരുമാനമാണ് ഇനിയുള്ള എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും. ഹലോ. ആ ശരത്തെ പറടാ. എടാ ഞാനിപ്പോൾ ഇവിടെ കോയമ്പത്തൂര്. നീ കോയമ്പത്തൂരോ? നീ എന്താ അവിടെ? അവിടെയാണോ? അപ്പം നീ എവിടെ? എടാ എനിക്കിപ്പോൾ ക്ലാസ് ഇല്ല, ലീവാ. ഞാൻ നാട്ടിലുണ്ട്. എടാ ഞാൻ ആകെ പ്രശ്നത്തിലാ. എന്തു പറ്റി? നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. നീ ആദ്യം നിന്റെ പ്രശ്നം പറ. നിന്നെ പ്രതീക്ഷിച്ച് ഞാനിവിടെ വന്നേ. എടാ നീ എന്ത് മണ്ടത്തര കാണിച്ചേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, നീ അവിടെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ വിളിക്കാം. ശരി. എടാ ശരത്തൻ നീ ഇപ്പൊ എവിടെ? എടാ ഞാനാകെ കുടുങ്ങി. എന്താടാ പ്രശ്നം? എടാ അവള് പോയി, ഇവിടെ ആകെ പ്രശ്നാണ്. എന്റെ ഫോൺ നിറ പോടാ. നിക്കണം എന്റെ ഫോണ്. ബാഗ് ബാഗ് പേഴ്സ്
വേണ്ട, കിടന്നോളൂ. വഴിയിൽ ബോധം കെട്ട് കിടന്ന നിന്നെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്. ഇതെന്റെ വീടാണ്. തലയിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. മോന്റെ പേരെന്താ? എൻ്റെ പേര് ശരത്ത്. മോൻ എങ്ങനെ ഇവിടെ എത്തിയേ? എന്താ സംഭവിച്ചത്? നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. നിന്റെ ഈ പ്രായത്തിൽ ചിലപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാവും ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ അതിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. എന്തിനേയും നേരിടണം. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവർ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും. നിനക്ക് എന്തു പറ്റിയെന്നറിയാതെ നിന്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും, അത് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇനി അവരെ വേദനിപ്പിക്കരുത്. നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എല്ലാം ഒരു ദുസ്വപ്നം പോലെ കരുതിയാൽ മതി.